പൈസ കൊടുക്കണം. കണ്ടിട്ടൊന്നും ആരോടെ എവിടെന്നെങ്കിലും ഇന്നലെ കിട്ടിയതാണോ? ദാനചാന്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു കേട്ടാ. അതാണ് മെയിൻ ഉദ്ദേശം. ഗിഫ്റ്റ് സെറ്റ് ചെയ്യണം, പിന്നെ എവിടെയെങ്കിലും പോയി ചിൽ ഔട്ട് ചെയ്യണം, ഫുഡ് അടിക്കണം. ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് ഡാൻസ് ചില്ലോട്ടി നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ വരുന്ന സ്ഥലമല്ല ഇങ്ങനെ പറയാം. എങ്ങനെയുണ്ടാവും? നേരത്തെ ഞാൻ മാത്രം മുഞ്ചി കൊണ്ടിരുന്നു. ഇപ്പൊ എന്നെ കുറിച്ച് ചേർത്തതില്ല. കേക്ക് എവിടെ പോയി മേടിക്കും? ഗിഫ്റ്റ് ഞാൻ പറഞ്ഞോ, നമ്മള് നേരെ ഒറ്റ വേണ്ടി ദുബായ് മോൾ പോകുന്നു. ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ കാണുന്നില്ല മലയാളീസ്. അത് ഞാൻ വേണ്ട ഇപ്പൊ എങ്ങനെ ഉഷാറായില്ലേ ബാബോ? ഒട്ടും വെയിലില്ല, സുഖ ക്ലൈമറ്റ്. നമ്മളിപ്പോ എന്തിന്റെ മുന്നിലാണുള്ളത്? ദുബായ് ഫ്രെയിം, അബുദാബി ഫ്രെയിം. അല്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ശരിക്കുള്ള സാധനം ദുബായിലാണുള്ളത്. കണ്ണാടി മാറ്റണം. സാധനങ്ങളെല്ലാം കളഞ്ഞു വെച്ച ഫോണിൽ മറ്റേ സിം സ്ലോട്ട് പോലും ഇല്ല. എല്ലാരും സിം കളയും, ഇൻജക്ടർ കളയും. ഇവ അത് സിം ഇടുന്ന സ്ലോട്ടേ കളഞ്ഞേ. അതാണ് മാസ്. ബാക്കിയെല്ലാം സേഫ് ആണ്. നമുക്ക് സമയമില്ല അതിന്റെ മുകളിൽ പോകാൻ വേണ്ടി. അതുകൊണ്ട് നമുക്ക് എങ്ങനെ നീ പറ. ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, നീ മാത്രമേ കണ്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്. ആനി വിചാരിച്ചതിനേക്കാൾ ആനി പറഞ്ഞ ഹൈറ്റ് കുറവാണ്. എന്തോ ഇവിടെ നോക്കണോണ്ടെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ നോക്കിയപ്പോ രണ്ട് നില കൂടെ എന്നിട്ട് ഇങ്ങനെ നോക്കിട്ട് വേറെ കാണുന്നില്ല. ഇത് കെട്ടിയമാര് എന്റെ മനസ്സിൽ അങ്ങി അപ്പൊ കണ്ടില്ല. ഇവ കണ്ടത് ഇങ്ങനെ ചന്ദ്രനെ തൊട്ടാ ചന്ദ്രനുമായിട്ട്. നമുക്ക് ഡാൻസേട്ടിന് ഗിഫ്റ്റ് മേടിക്കണം. പക്ഷെ അതിന് മുന്നേ നമുക്ക് ആ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം. ഡാൻസ് മുന്നേ പോയി ചെക്ക് ഇൻ ചെയ്ത് ഇനി നമ്മൾ ലേറ്റ് ആയിട്ട് പോയി ചെക്ക് ഇൻ ചെയ്യണം. നിങ്ങളൊരു കാര്യം, നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകും, നമുക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോകും. നമുക്ക് ഗിഫ്റ്റ് വാങ്ങിയാൻ പോകും. നമുക്ക് ഇവരെ കാണാതെ കഴിക്കാം. നമ്മള് ദുബായ് മാളിലോട്ട് വന്ന് എന്ത് മേടിക്കുന്ന നമുക്ക് ഡാൻസ് ഒരു ബുൾഗറിയുടെ ഒരു സൺഗ്ലാസ് വാങ്ങിച്ചാലോ? എങ്ങനെയുണ്ട്? ഇത് കൊടുത്തിട്ട് മേടിച്ചാലാ? ഡാൻസ് എവന് കൊടുത്തത്. ഡാൻസ് ഇതിട്ടുണ്ട് നടക്കണം തുറന്നു നടക്കാറ്. രാജ്യം നിനക്ക് വാങ്ങിച്ചു. ഡാൻസ് നല്ല ആഗ്രഹം എന്തെന്നറിയാൻ വെച്ചു. റോളക്സിന്റെ ഒരു വാച്ച് ഉണ്ട്, ഒരു ഗ്രീൻ വാച്ച്. അത് ഇച്ചിരി കൂടുതലാണ്. പക്ഷെ അത് നമുക്ക് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് സാധിക്കുമെന്ന് അറിയത്തില്ല. ഇപ്രാവശ്യം അല്ല, അത് എപ്രാവശ്യം സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡാൻസിന്റെ വലിയ എയിം അതാണ്. ഇപ്പൊ ഡാൻസ് അടുത്ത് ഉറപ്പാട് ആ സാധനം വാങ്ങിച്ചിരിക്കും എപ്പോഴെങ്കിലും. പക്ഷേ റോളക്സിന്റെ വാച്ചിനൊക്കെ പറഞ്ഞാൽ കുറച്ച് ഗത്താണ്, ഇഷ്യൂ ആണത്. ഇവിടെ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നവർ, അബുദാബിന്നല്ല ഇതുപോലത്തെ മെയിൻ കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവരുടെ മെയിൻ സംഭവങ്ങളൊക്കെ അറിയോ? ഒന്ന് വണ്ടി, ഒന്ന് വാച്ച്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നീ? അവർ ആദ്യം കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന വാച്ച് ആയിരിക്കും, എന്നൊരു വണ്ടി ആയിരിക്കും. എന്ത് ചെയ്യാൻ? നമ്മൾ ബുൾഗാരി ഹോട്ടലിൽ വന്നപ്പോ അവിടെ കാറിന്റെ ഒക്കെ പകുതി പേര് പോലും നമുക്ക് കാണാൻ കൊള്ളാന്നുള്ളതുകൊണ്ട് നമ്മൾ ഞങ്ങള് ലേറ്റ് ആയിട്ടാണ് ചെക്ക് ചെയ്തത്. ഡാൻസ് ഓൾറെഡി ചെക്കിങ് ചെയ്ത്. വാങ്ങിക്കാമോ? ഇവിടെ താമസിക്കുന്നവർക്ക് ഫ്രീ ആണോ? ബ്രാൻഡിന്റെ വാച്ച് ഉണ്ട്. നാട്ടിലത്തെ എത്ര രൂപ? 25 ലക്ഷത്തിന് സ്റ്റാർട്ടിങ് എന്ന് നമ്മളിതൊക്കെ കേട്ടിട്ടേ ഉള്ളു. പക്ഷെ ഒരു നാൾ നമ്മൾ മേടിക്കും. ഒരു നാൾ മഴയാ വീണത് പുറത്ത്. കണ്ണടിച്ച് കണ്ണാണ് പുറത്ത് ഇത്ര നേരം ചൂടത്ത് വെന്ത് വരച്ച് ഡീഹൈഡ്രേറ്റ് അവിടെ നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതൊന്നും കഴിച്ചില്ല. രാവിലെ ലേറ്റ് ആയി. രാവിലെ ഉച്ചക്ക് എഴുന്നേറ്റ്. എനിക്കാണെങ്കിൽ പറ്റൂല. ഇല്ല പറ്റൂല. ചട്ടൻ ബിസിനൊക്കെ ആണുള്ളൂ, പട്ടണിയാണ്. നേരെ പോയി കണ്ണാടി എടുക്കാം. നിങ്ങളെ കണ്ണാടി എടുത്തേക്ക്, ഞാൻ ഫുഡ് കഴിച്ചില്ല. കൺവിൻസിങ് ആണോ ബ്രോ? 1100 2 ബോട്ടിൽ 2 ബാർ. ഇത് ഇതേ സെയിം സാധനം നമ്മുടെ മജീദ കളകളിൽ പോയി 50 രൂപ പരിപാടി കഴിഞ്ഞത്. അംബാനി അവര് എന്താ പാസ്പോർട്ട് സോറി എന്താ ID കണ്ടിട്ട് ഇന്ന് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞത്. ഇത് അറിയാതെ പകുതി കളിച്ചേ. അവള് വന്ന് അവൾ ഉടനെ സ്നാപ്പ് ജീവിതം അങ്ങനല്ല ഗൈസ്, നമ്മളെല്ലാം നമ്മൾ മെമ്മറീസ് ആക്കണം. അത് എനിക്ക് സ്നാപ്പിൽ കുറച്ച് മെമ്മറീസ്. അച്ചാച്ചനെ ആരും ഇതുവരെയ്ക്ക് വിഷ് ചെയ്തില്ല. ഞങ്ങളാണ് ഫസ്റ്റ് ടൈം വിഷ് ചെയ്യാൻ പോണത്. ഹാപ്പി ബർത്ത്ഡേ ടു യു,
Happy birthday to you. Happy birthday to you, dear Danita. Happy birthday to you. ട്രയാങ്കിൾ ആണോ റെക്ടാങ്കിൾ ആണോ? സ്ക്വയർ. 22 വയസ്സിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒരു പ്രത്യേകം പുരുഷനായിരിക്കുന്നു ഡാൻസായി. നിങ്ങൾ എപ്പോ തിരിച്ചു പോകും? കൊള്ളാല്ലേ? ഈ ഇപ്പുറത്തെ സൈഡിലുള്ള ബിൽഡിംഗ് മാത്രമാണോ അതായത് ഇതെല്ലാം അവരുടേതാണോ? ഇതെല്ലാം റെസിഡൻസും ഉണ്ട്, ഹോട്ടലും ഉണ്ട്. രണ്ടുപേരുടെ വച്ചിരിക്കണ 1 ലക്ഷം രൂപ മുതലാണ്. ഞാൻ കാര്യം പറയട്ടാ, എനിക്കിത് മറ്റേ റെയിൻബോ കളറിലാണ് കാണുന്നത്. കണ്ണാടി മിററിൽ നോക്കുമ്പോ ക്യാമറ ഞാൻ ബ്രാൻഡ് തന്നെ. നമ്മളിപ്പോ ബ്രാൻഡായ സാധനം, ഇത് ഊരുമ്പോ ബ്രാൻഡ് പോകും. നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം സെലക്ട് ചെയ്ത് വേറൊരു ഷെയ്ഡൊക്കെ വരുന്നുള്ള സാധനമാണ്. ഡാൻസിന് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ എന്നാലും അത് എടുത്തിട്ടുണ്ട്. സൂപ്പർ സാധനമാണ്. ഇതൊക്കെ അടിച്ചിട്ട് പബ്ബി പോണം. ഇവിടെ വന്നപ്പോ ഞാൻ ഈ സാധനം എല്ലായിടത്തും ഇങ്ങനെ ഇട്ടോണ്ട് പോകും. പുള്ളിക്കാരൻ പറഞ്ഞ ഈ സാധനം ഇവിടെ ഭയങ്കര റയറാണ്, അത് ഈ കളറില്. യൂറോപ്പിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ ഇവിടെ എവിടെ പോലും ഇത് ഇട്ടോണ്ട് പോകും. പയമാരി ലോക്കൽ സാധനം റേഞ്ച് This one 1660. ഒരു 33,000 വരെയല്ലേ? നാട്ടിലെ കാടാണ് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളെല്ലാം ചെയ്തിട്ടോ, ഞാൻ പുറത്തുണ്ടാവും. ഇത്ര നേരം ഗത്തിട്ട് നിൽക്കുക. ഞാൻ കുറച്ച് നേരം പുറത്ത് നിന്നിട്ടോ കേട്ടോ, നല്ല ക്ഷീണം പറയപ്പെട്ടു. പക്ഷെ സീനില്ല. ഇല്ലെങ്കിൽ യുദ്ധത്തിന്റെ കാർഡുണ്ട്, ജോർജിയൻ കാർഡ്സ്. നോ സീൻ. നമ്മള് മേടിച്ച് ഡാനിച്ചാച്ചനാണ് ഇങ്ങനെ സത്യം നമുക്കൊക്കെ ലൈക്ക് നിന്നേനെ. നമ്മളിപ്പോ എവിടെ നിന്നാണ് ഷോപ്പ് ചെയ്ത് ഇറങ്ങിയെന്നറിയാമോ? എവിടെ നിന്നാണ് വാങ്ങിയെന്നറിയാമോ? ദുബായ് മോളിന്ന് ബുൾഗേറിയയുടെ ഒഫീഷ്യൽ ഷോപ്പിൽ നിന്ന് എല്ലാവരും മുമ്പില് ആരും അവിടെ വളരെ കുറച്ച് ആൾക്കാരുണ്ടെന്നുള്ളൂ, 2-3 പേര് മാത്രം. ബില്യണേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മളെ മേടിച്ച്. പക്ഷേ പുള്ളിക്കാലത്തെ സെയിൽസ് ആളുകളെ നെട്ടി എന്റെ കയ്യിലുള്ള ഈ സാധനം കണ്ട്. അങ്ങനെ ചാനൽ എടുത്തു കൊടുക്കാൻ പറഞ്ഞേ. ചാനൽ എടുത്തിട്ട് അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ എന്റെ ഒരു മര്യാദ. ഇവ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അയാളുടെ കൊടുക്കണം. അയാൾ നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി 5 സെലിബ്രേഷൻ 6 ബില്യൺ അടിക്കണ്ടേ? എന്നാ എല്ലാവരുടെ കടയിലും കയറാൻ ഓർമ്മയുണ്ട്. ഒരു ദിവസം ഒരു നാൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇതൊക്കെ കാണാൻ പറ്റുക. അങ്ങനെ അടുത്തത് പക്ഷെ നമ്മൾ റേഞ്ച് മാറുന്നുണ്ടോന്ന് കേട്ടോട്ട്. നമുക്ക് പരിസരം മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? പയ്യെ കയറാം. വീട്ടിൽ പോയിട്ട് ആലോചിച്ച് നോക്ക്. ഗ്യാരണ്ടി തരട്ടാ, ഈ വർഷം ഞാൻ ഈ കാർ റെന്റിന് എടുത്തെങ്കിലും ഓടിക്കും. പക്ഷെ അത് ഗത്ത് വണ്ടേ ഇന്ത്യൻ എടുക്കുന്ന ഈസ് ഫൈൻ. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എത്തി. എവിടെ? ഇവിടെ ഇതെന്തത് കറിയുന്നു? വെജിറ്റബിൾ കുറുമ. ഭയങ്കര ചൂട്. പക്ഷേ എവിടെ തുടങ്ങാനൊന്നും കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് മൈൻഡ് ചെയ്യരുത്. കാരണം സിനിമ ചോറ് കുറിച്ച് വേഗം പറഞ്ഞു. ഞാൻ കുറച്ച് ഷെഫായോണ്ട് ഇപ്പൊ അതൊക്കെ അറിയാം. നമ്മളിപ്പോ ഫുഡ് കഴിച്ച് കഴിഞ്ഞല്ലോ. അഭിന് വള്ളത്തിൽ പോണോ? അപ്പൊ ഞാൻ പറഞ്ഞു വള്ളത്തിൽ പ്രത്യേകമായിട്ട് കേക്ക് കട്ട് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും അടിച്ചു പൊളിക്കണ്ടേ? റൂമിൽ മാത്രം ഇരുന്നാ മതിയാ? നമുക്ക് എവിടെയെങ്കിലും പോകാന്ന് വിചാരിച്ചു. പോയാലാ? ഈ ചൂടുള്ള സമയത്ത് നമുക്ക് എവിടെയാണ് പോകാൻ ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ വിചാരിക്കുന്നത്? എല്ലാം പ്ലാൻ ചെയ്തല്ല മുന്നേ വാ പോവാം. അഭിനയം തന്നെ എല്ലാരും ഭയങ്കര അഭിനയം തന്നെ. ഡോക്ടർ റോബി 2 കണ്ണടി വെച്ചേക്കും. ഇത് ശത്രുക്കളുടെ സമയം നോക്കാൻ, ഇത് എന്റെ സമയം നോക്കാൻ. ഇനി എക്സ്പ്ലോറിംഗ് ഒന്നുമില്ല. ഇനിയാണ് നമ്മൾ ഡാനിച്ചാന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്നത്. കേക്ക് വാങ്ങിച്ചാന് ഇല്ലേ? ഞങ്ങൾ കേക്ക് വെട്ടി ഹോട്ടലിൽ വെച്ച്. ഡാനിച്ചാനെ അത് വെട്ടാൻ വേണ്ടി ഒരു ഉത്സാഹം കാണിച്ചു. ഞങ്ങൾ രാവിലെ പോയിരുന്നു വാ വെട്ടാ. അത് നല്ല കേക്കായിരുന്നു. Dubai. ഞാൻ ഒരു സാധനം എനിക്ക് ഉണ്ടോന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം. 2 സീറ്റ് ഇരിക്കും. അത് നമ്മളിങ്ങനെ താഴെ കൊണ്ടുപോയിട്ട് മേത്ത് ഇങ്ങനെ പോകും. അതുകൊണ്ട്
മച്ചാനെ ഏത് വൈബ്? രാജന് ബർത്ത്ഡേ ഉണ്ടെന്നു ബലൂണൊക്കെ സെറ്റ് വെച്ചിരിക്കുന്നു. നമ്മള് ബർത്ത്ഡേ പെരുന്നാളായി കൊടുത്തു. വെള്ളത്തിൽ ആഘോഷിക്കുന്ന ആദ്യത്തെ ബർത്ത്ഡേ വെള്ളത്തില് ബർത്ത്ഡേ ആവശ്യം. തമ്പീസ് പിള്ളേര് ഇവിടെ വരുമ്പോ അവർക്ക് എന്തെങ്കിലും നല്ലതായിട്ട് ചെയ്യണ്ടേ? ഉണ്ടോ? അവര് നല്ല എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? അവരെ പോരും രാജീവന് സ്വന്തമായിട്ട് 2 ബോട്ടുണ്ട്. മുനമ്പത്ത് പോട്ടുണ്ടോ? പ്രൈവറ്റ് റൂമൊക്കെ ഉണ്ട്. റൂമുണ്ടോ? 3 റൂമുണ്ടോ? സുഖമായിട്ട് ചെയ്യാം. നമുക്ക് എല്ലാവരും കറക്റ്റ് ആയിരിക്കും. കാരണം 3 റൂമുണ്ട് ഇതിൽ. അല്ല ഇത്ര സൂപ്പർ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഭയങ്കര രസമല്ലേ? അഡ്ജസ്റ്റ് ചെയ്തെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മൊട്ടമാടി ഉണ്ട് ഗൈസ്, നോക്ക്. ആനി നമുക്കുള്ള പെർഫെക്റ്റ് സ്പോട്ട്. കൊള്ളാം. ഇന്ന് രാത്രി സ്റ്റേ ആക്കിയാലോ? നമ്മളൊരു യോട്ടി കയറിയ ശേഷം താഴെ എന്നിട്ട് ഇന്ത്യയിൽ കൊച്ചു പിള്ളേരെ പോലെ ചേട്ടാ മുകളിൽ പോയിട്ട് കേട്ടോ, വലിയ പിള്ളേരെ പോലെ. മച്ചു 2 ഡ്രൈവറാ നമുക്ക്. പക്ഷേ താഴെ ഞാൻ ഓട്ടിക്കും, നീ മേളിൽ ഓട്ടിക്കും. ഞാൻ ഓടിക്കട്ടാ. ഞാൻ ഒരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യം പറയട്ടാ. ഇതിനേക്കാൾ നല്ലൊരു സ്പോട്ടാണ് അവിടെ പോലെ ഇഷ്യൂ ആയിരിക്കും. അത് ഇച്ചിരി ഇഷ്യൂ ആയിരിക്കും. നമ്മൾ വണ്ടി ഓടിച്ചിട്ടല്ലേ പോണം? ഞാൻ ഷട്ടി ഇട്ട് പിക്കെടുത്ത് ചെയ്യുമ്പോ ധൈര്യം ഉണ്ടെങ്കിൽ ഇനി എടുക്കുവാണോ? ഞാൻ എടുക്കും. ചട്ടി ഉണ്ട് അവിടെ. ഇലാസ്റ്റിക് മാത്രമല്ല അതിനകത്ത്. കെട്ടടിച്ചില്ലായിരുന്നു, ബാക്കിയെല്ലാം ഒഴിച്ചു വെച്ചിട്ടായിരുന്നു. എന്നെ കണ്ട് കുറച്ച് റിച്ച് വൈബ്സ് ആയിരിക്കും, കുറച്ച് മിണ്ടായിരിക്കണം. റിച്ച് വൈബ്സ് ആരും മിണ്ടാറില്ല. ഞങ്ങളുടെ അവിടെ ഊമകളാണ് മിണ്ടാറില്ല. ഉള്ളവർക്ക് ഒരു പ്രത്യേകതരം ചിരിയുണ്ട്. അത് ചിരി നല്ല കുലുക്കുണ്ട് ഇവിടെ. കുലുക്കുണ്ട്, തലവേദന എടുക്കും. ഇല്ല, പക്ഷെ നമ്മൾ പിടിച്ചിരിക്കല്ലേ. പക്ഷെ നല്ല രസമുണ്ട്. ഇത് ഫസ്റ്റ് ടൈമല്ലേ നമ്മളിങ്ങനെ. അങ്ങനെന്താണ് പതിയെ നമ്മൾ ചേർന്നിരിക്കും. നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു. അവന്റെ പിടിക്കപ്പോ ഊരി വീഴു വന്നു. നീ ഇറങ്ങില്ല, ഞാൻ ഇറങ്ങുമോ? അടുത്ത തവണ വരുമ്പോഴേ നമുക്കൊരു പ്രൈവറ്റ് പാർട്ടിക്ക് പോവാം. 0 ഗ്രാവിറ്റിക്ക്. അഷ്ണക്ക് 21 കറക്റ്റ് ഉള്ളൂ. ആദ്യം കൊണ്ടുവരണ്ട. ഞാൻ ഒന്നും പറയുന്നില്ല, ചിലപ്പോ പറഞ്ഞ എന്നെ ക്യാൻസൽ ആക്കി. അത് എത്ര ചുരുണ്ടിരിക്കണ എന്റെ അമ്മ ഒരു ആവേശത്തിൽ എടുത്ത് കടലിൽ രാജോട്ട് പിണങ്ങിയായിരിക്കും. രാജുവേട്ട ഒറ്റയ്ക്ക് സൈഡ് ചോര് ഭാര്യയെ വിളിച്ചിട്ടുണ്ട്. ശിശിരകാലം മഞ്ഞ് തൂങ്ങി ബർത്ത്ഡേ വേണ്ടായിരുന്നു. നമ്മൾ
നമ്മളിപ്പോ പാം ജുമേറയുടെ അകത്താണ് നിൽക്കുന്നത്. കേട്ടോ നമ്മള് ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഇത്രയും വീഡിയോയില് കണ്ടായിരുന്നത്. ഏറ്റവും മുകളിൽ പോയാലേ ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ. ഭയങ്കര വലുതാട്ടാ. ഞാൻ ഫ്ലൈറ്റിൽ വന്നപ്പോ ഇങ്ങനെ ഒരു സാധനം കണ്ടു. അവിടെയാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഫോട്ടോ. അബുദാബിയിലല്ലേ ഒന്നിറങ്ങി? ദുബായ് വഴി തന്നെ അബുദാബിയിൽ ആര് പറഞ്ഞു? ജോർജിയയിൽ നിന്ന് ഇങ്ങ് വരുമ്പോ ദുബായ് ജോർജിയ അബുദാബി വരുമ്പോ ദുബായ് വരിക. കണ്ടത് നമുക്ക് ഡാനിച്ചാനെ സർപ്രൈസ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി കണ്ണീര് മഴ മോണിച്ചു ദൈവം പോർത്തു നമ്മെ എന്നും ഇനിയുള്ള ഇത് പാട്ടൊക്കെ പാടുന്നത് കൂടെ സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ. കരച്ചിൽ വടിയണോ നോക്ക്. അത് തന്നെയാണ് കണ്ണുനീര്. കഴിഞ്ഞ വട്ടം ഡാൻസ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയപ്പോ ഞങ്ങൾ വണ്ടിയിൽ ചുമ്മാ ജ്ഞാപകം പാട്ടിട്ടെ ഡാൻസ ഇരുന്ന് കരഞ്ഞ് ആ പാട്ടിന്. മച്ചാനെ ഇറച്ചി വിട്ടില്ലല്ലോ ഇത് പയ്യ. Happy birthday to you. Happy birthday dear Danny and Sachin. Happy birthday to you. സ്ട്രോബെറി ചുമ്പണേ ഗിഫ്റ്റ് ഉണ്ട്. 3, അവിടെ കൈ 2, 1. അതെ, ഇനി മുതൽ നമ്മൾ ഇതൊക്കെ ഊരുന്നു. കണ്ണീര് വരട്ടെ. ഇതെന്താ നമ്മൾ ഇരുട്ടത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ബർത്ത്ഡേ കറണ്ടില്ലാത്ത മുഴുതിരി എളുത്താണ്. അതൊക്കെ വാറണ്ടി. പിന്നെ ഞങ്ങൾ കത്ത് എഴുതുന്നത് എഴുതി വെക്കുമെന്ന് വിചാരിച്ചു ഞാൻ. കണ്ണാടി ഊരി മാറ്റി. അയ്യേ, കണ്ണാടി ഊരി മാറ്റി കാര്യം പറഞ്ഞു. നല്ല രസമുണ്ട് കാണാൻ. എന്റെ പൊന്ന്, കാറ്റത്ത് പറന്ന് പോപ്പണി. ഇത് വാങ്ങിച്ചപ്പോ ഫ്രീ മച്ചു, ഇത് വെക്കാൻ ഞാൻ ഓർത്തില്ല കേട്ടോ. ഞങ്ങൾ ഗ്യാങ്ങിൽ ആ കൂടി വരത്തുള്ള ഡാൻസ് മാത്രം. സത്യം ഇവന്മാര് ഉച്ചക്ക് കാണാത്തപ്പോ എനിക്ക് തോന്നി ഇവന്മാര് എന്തോ മേടിക്കാൻ പോകുന്നു. ഞങ്ങൾ വേറെ തന്നെ പോയത്. അത് ഏറ്റവും പറ്റെന്നറിയാം ഇത് വാങ്ങിക്കാൻ പോയപ്പോ അങ്ങനെ ഇത് കണ്ട് ഇമ്പ്രസ് മറ്റേ സാധനം ഇവൻ ഇട്ടിരിക്കല്ലോ സാധനം. ഈ കളർ ഇവിടെ കിട്ടത്തില്ല, റെയർ സാധനമാണെന്നൊക്കെ പറഞ്ഞവര്. യൂറോപ്പ് വാങ്ങിച്ചാണോ? അത് പാരീസ് വന്നു. പുതിയ മണമുണ്ട്. താങ്ക് യു. അവര് പോയിട്ടാണ് നമുക്ക് പോവേണ്ട. നമ്മളത് ബ്രേക്ക് കുടിച്ച് സത്യം പറയുമ്പോൾ പേടിട്ടിരിക്കുന്നു. നേരത്തെ വണ്ടി ഒരു കുലുക്കം കുറച്ച് കൂടിയിട്ടുണ്ട്. പ്രൊഫഷണൽ ഡ്രൈവർ ഉണ്ട്, ഞാൻ ഓടിക്കാം. കണ്ണിലെ ഭയം തെരീതാ. അത് ശരിക്കുള്ള സീരിയസ് ആയിട്ട് പറയുന്നത് പേടിട്ടിരിക്കുന്നത്. പ്രൊഫഷണൽ ഡ്രൈവർ അച്ഛാ. കണ്ട ആ വണ്ടി കണ്ട ആ വണ്ടി വന്നപ്പോ ഞാൻ നിർത്തി കൊടുത്ത് പോയി അടുത്തൊരു വലിയ വളവ് വളച്ച് ഇങ്ങോട്ട് വളച്ച്. നോ സീനാണ്, പ്രൊഫഷണൽ നമുക്ക്. വണ്ടി വളയണം വെച്ചു. വളയ്ക്കുന്ന ചേട്ടനല്ലേ, അത് വളയും. പ്രൊഫഷണൽ ആയിക്കോട്ടെ. ഒന്നും കാണുന്നില്ല.